എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനുണ്ട്. നിങ്ങൾക്ക് കാണാപ്പാട് അറിയാവുന്ന സങ്കീർത്തനമാണ്. 23-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിനെ അനുഗമിക്കുന്നവൻ്റെ പുറകെ നന്മകൾ അനുഗമിക്കുമെന്ന്. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും എന്നെ അനുഗമിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ സന്തോഷത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ ദാവീദ് 23-ാമത്തെ സങ്കീർത്തനം ബ്യൂട്ടിഫുള്ളായിട്ട് പാടുന്നുണ്ട്. അതായത് ദൈവം ഒന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു, വഴി നടത്തുന്നു. ആ വഴിയെ നടന്നാൽ, ഇടയനായ ദൈവത്തിൻ്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുറകെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടാകുമെന്ന് ദാവീദ് ഓർമ്മിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു 2 സങ്കീർത്തനങ്ങളാണ്. 25-ാമത്തെ സങ്കീർത്തനം കൊച്ചു സങ്കീർത്തനമാണ്, 22 വാക്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു, ചില അനുഗ്രഹങ്ങൾ മുമ്പിലുണ്ട്. അങ്ങോട്ട് നടന്നു ചെല്ലാനുള്ള വഴിയും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് നടക്കണമെങ്കിൽ ചില സഹായം വേണം. അത് ദൈവം ഒരുക്കി വെച്ച വഴി ആയതുകൊണ്ട് ദൈവം തന്നെ വഴി കാട്ടിയാലേ നമ്മൾ വഴി തെറ്റാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ് 25-ാമത്തെ സങ്കീർത്തനത്തിൽ, വഴി കാട്ടണമേ ദൈവമേ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നിങ്ങൾ ഒരു തവണ വായിച്ചു നോക്കുമ്പോൾ തന്നെ പിടികിട്ടും. ജീവിതത്തിലെ ഏത് തരം കഷ്ടപ്പാടുകൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഉത്കണ്ഠകൾ അനുഭവിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി എല്ലാ വികാരങ്ങളും, സന്തോഷവും ദുഃഖവും ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സങ്കീർത്തനമാണ് 25-ാമത്തെ സങ്കീർത്തനം. നന്നായിട്ട് എടുത്ത് വായിക്കണം. ആ 12-ാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദാനം കൂടെ കൊടുക്കുന്നുണ്ട്. കർത്താവിനെ ഭയപ്പെടുന്നതിനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും, അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കുമെന്ന്. ദൈവത്തെ നോക്കി നിന്നാൽ ഈ വഴിയിൽ നിന്ന് വ്യതിചലിക്കില്ല, നമ്മൾ വീണു പോകില്ല. കർത്താവേ, അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാക്കരുതേന്ന്. ഞാൻ അങ്ങിൽ ആശ്രയിച്ചു, അതിൻ്റെ പേരിൽ നാണം കെടാൻ ഇടവരുതേ എന്ന്. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു കാത്തിരിപ്പിൻ്റെ കൃപാവരം നമ്മുടെ ഉള്ളിലോട്ടൊക്കെ നിറയണം. ദൈവമെല്ലാം ഒരുക്കി വെച്ചു, ഒരു സമയത്ത് അത് നമ്മുടെ കയ്യിലോട്ട് ദൈവം തരിക തന്നെ ചെയ്യും. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ 25-ാം സങ്കീർത്തനം എല്ലാ ദിവസവും പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ വാക്യമുണ്ടല്ലോ, ദൈവം ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കണേ എന്നുള്ളത്. ആ ഇസ്രായേലിനെ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേരൊന്ന് ചേർക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പേരൊന്ന് ചേർത്ത്, ദൈവമേ, ഈ ആളെ സകല കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിലേക്ക് നടന്ന് എത്തിച്ചേരാനുള്ള വഴികളെല്ലാം കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തരും. ഈശോ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും തമ്പുരാൻ്റെ കൃപയിൽ, സ്നേഹത്തിൽ നിലനിൽക്കുക. തമ്പുരാൻ്റെ കൃപ, കടാക്ഷം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.